ഡിസ്ക് ബൾജ് ഉണ്ടാകുന്നത് എങ്ങനെ? നമ്മുടെ കശേരുക്കൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് വശങ്ങളിലും മസിൽസ് ഉണ്ട്. ഇനി ഞാൻ രണ്ട് വാസ്തവങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് വേസ്റ്റിംഗിലേക്ക് പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യേനയുള്ള ജോലികൾ, പ്രത്യേകിച്ച് വീട്ടു ജോലികൾ, മോപ്പ് ചെയ്യുന്ന സമയത്ത്, കുട്ടികൾ പൊക്കുന്ന സമയത്ത്, കുറേ സമയം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഒരേ പോസ്റ്ററിൽ കുറേ സമയത്ത് ഇരിക്കുന്നത്, ഇതൊക്കെ നടുവിൻ്റെ മസിൽസിനെ മോശമാക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ് കൂട്ടുകയും അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനായിട്ട് ഇടവരികയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാകുമ്പോൾ ഒരു പ്രായം എത്തുമ്പോൾ നമ്മുടെ നടുവിലേക്കുള്ള സ്ട്രെസ് കൂടി അത് മസിൽസിന്റെ സപ്പോർട്ട് കുറയാനും അത് കശേരുക്കളിലേക്ക് സ്ട്രെസ് കൂട്ടാനും ഇടവരുന്നു. ഇതാണ് ഡിസ്കിലേക്കുള്ള നീർക്കെട്ടും പിന്നീട് ഡിസ്ക് ബൾജ് എന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെടുന്നത്. ഈ ഡിസ്കിന്റെ വശങ്ങളിലൂടെയാണ് നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഡിസ്കിലുള്ള നീർക്കെട്ട് പിന്നീട് കാലിലേക്കുള്ള ഷൂട്ടിംഗ് പെയിനും അതേപോലെ മരവിപ്പുമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്.